ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ല? അൽഹംദുലില്ലാ നമ്മളും റാഹത്തായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫാണ്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് ഭാഗങ്ങളായി ഇൻക്ലൂഡാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് സ്കൂളില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ വെറുതെ എടുക്കലാണ്. ഇന്ന് കുറച്ച് ബിസി ഡേ തന്നെയാണ് കേട്ടോ. സ്കൂളില്ല, എന്നാലും പിന്നെ പണിക്കാറുണ്ട്, 5 പണിക്കാറുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം ഇന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. കുറേ ഭാഗങ്ങളിൽ ക്ലീൻ ആക്കിന്. അപ്പോൾ ഒരു ബെഡ്റൂം മാത്രം ഇപ്പോൾ 2-3 റൂമേ ക്ലീൻ ആക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ബെഡ്റൂം ഇന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചിരുന്നു. സ്കൂളൊന്നും ഇല്ലല്ലോ, പിന്നെ പണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റക്ക് നടക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ച് ഇന്ന് സ്കൂളില്ല, അപ്പോൾ ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ്. മണ്ണാമ്പലെല്ലാം എടുത്തിട്ട് അത് സെൽഫിൻ്റെ മുകളിലെല്ലാം കുറച്ച് ഇങ്ങനെ തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു റൂമിലത്തെ ബെഡ്ഷീറ്റെല്ലാം അലക്കാൻ ഇട്ട് കൊടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും കടല ഞാൻ പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച് പിന്നെ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ പോയിന്. പണിക്കാർക്ക് പോയതുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കറിയെല്ലാം റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടാ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ കടലക്കറിയെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി പുട്ട് ചുട്ടെടുക്കണം. ഇപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആടെല്ലാം കുറച്ച് നേരമാക്കുന്നത് ഞാൻ വരാമെന്ന്. പിന്നെ കറിയായാലും പിന്നെ പുട്ട് ചുട്ടുകൊണ്ടും എടുത്തുകൊണ്ടും നിൽക്കാമല്ലോ. അങ്ങനെ പിന്നെ അവർക്ക് ഏൽപ്പിച്ചിട്ട് വന്നിന് കേട്ടോ. അങ്ങനെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിന്, അതെല്ലാം കൊണ്ട് കളയലാന്ന്. ഉള്ള 2 പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ, ഉറാസിയും. ഉള്ളിൽ വന്നാൽ അവിടെ ഇങ്ങനെ കച്ചിലായിക്കൊണ്ട് നിൽക്കും. ഇത് ഞാൻ നട്ട കുഴക്കത്തയ്യാന്ന് കേട്ടോ. പക്ഷെ നല്ലപോലെ തീർത്തിട്ടില്ല വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഉറുമ്പ്, ഈ ചോന വലിയ കടിക്കുന്ന ഉറുമ്പില്ലേ, അതുണ്ട് നിറച്ചു. പുട്ടിൻ്റെ പൊടിക്ക് വെള്ളം ഉപ്പെല്ലാം ചേർത്തിട്ട് പിന്നെ അവിടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചതിന് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ച് ഭാഗമെല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ട് ബണ്ണാമ്പലെല്ലാം എടുത്ത് സെൽഫിൻ്റെ മുകളിലെല്ലാം തുടച്ച് പിന്നെ ഫാനെല്ലാം തുടച്ച് പിന്നെ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ടാണ്. അപ്പോൾ മനസ്സുറച്ച് വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 2 തരം കോഴി കൊടുത്തിട്ടാ, കുറച്ച് കോഴി കൊടുത്തിട്ട് ലഗ്ഗം കോഴിയും കൊടുത്തിട്ടാ. അപ്പോൾ ലഗ്ഗം കോഴി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മറ്റേ കോഴി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അങ്ങനെ ഇതാ ഇന്ന് പുട്ടിൻ്റെ മാവെല്ലാം ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കുഴച്ചെടുക്കലാന്ന്. പിന്നെ പുട്ട് ചുട്ടെടുക്കലാന്ന് കേട്ടോ. ഞാൻ റൂമിലേക്ക് മെല്ലെ വന്ന് നോക്കുമ്പോഴേക്ക് 2 പണിയിലുണ്ട് കേട്ടോ. ഒരാൾ തുടക്കുന്നുണ്ട്, ഒരാൾ അടിക്കുന്നുണ്ട്. ഭയങ്കര ബിസി തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ചേച്ചി വന്നിട്ടായിരുന്നു കേട്ടോ. ചേച്ചി തേങ്ങ ഒലിച്ചിരുന്നുണ്ട്. നമുക്ക് തേങ്ങ ഒലിക്കാൻ കഴിയില്ല കേട്ടോ, കൈക്ക് വേദനയാണ്. എൻ്റെ കൈക്ക് ഒരു കറുത്ത ബെൽറ്റ് ഇട്ടില്ലേ, അത് കണ്ടാൽ കറി കേട്ടോ. എനിക്ക് ടെന്നീസ് എൽബോ വന്ന് പിന്നെ തേങ്ങ ഒലിക്കാനും തേങ്ങ ഒലിക്കാൻ കേട്ടോ ഭയങ്കര വേദനയാണ് തേങ്ങ ഒലിക്കുമ്പം. അങ്ങനെ പുട്ടെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. പണിക്കാർക്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണിക്കാർക്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ചായ എല്ലാം കൊടുത്തു.
അങ്ങനെ പണിക്കാർക്കുള്ളതെല്ലാം കൊണ്ടുകൊടുത്തിട്ടാ. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിനുശേഷം ഇതാ പാത്രമെല്ലാം കവാനുണ്ട്, ഒരുപാട് പാത്രമുണ്ട് കേട്ടോ. പുട്ട് ചുട്ട എങ്ങനെയാണ് അങ്ങനെ നല്ല അപ്പുറം പോയിട്ടോ. അപ്പുറം പോകുമ്പോഴത്തേക്ക് അത് എങ്ങനെയല്ലോ അടുത്ത അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ. ഇതെല്ലാം എടുത്ത് വെക്കാനുണ്ട്. റൂമെല്ലാം നല്ല പോലെ റെഡിയാക്കി എടുത്തിട്ടാ. ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെതെല്ലാം എടുത്ത് വെക്കണം, അലക്കാനുണ്ടതെല്ലാം അലക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ കിച്ചണിൽ ക്ലീനാക്കി എടുത്തു. ഇനി ലഞ്ചിനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ന് ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. ഹോട്ടലിലൊക്കെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണയെല്ലാം കൂട്ടി വെക്കലാന്ന്. ഇനി ബിരിയാണിയെല്ലാം ഉണ്ടാക്കലാന്ന് കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഇതാ കോഴിയെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. മുട്ടക്കോഴി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് വേവ് പ്രശ്നമാണ് കേട്ടോ. ഒരിക്കൽ കൂടുതൽ വെന്തവും ഒരിക്കൽ കുറഞ്ഞു കേട്ടോ. 8 വിസിൽ വരെ വേവിച്ചെടുത്തിന്. പക്ഷെ എന്നിട്ടും കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെ ചിക്കനെല്ലാം കഴുകിയെടുത്തു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കലാന്ന് കേട്ടോ. അതിനുശേഷം പിന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ. 8 വിസിൽ വരെ വേവിച്ചെടുത്തിന് കേട്ടോ. പക്ഷേ എന്നിട്ടും കുറച്ച് വേവ് കുറവ്, കുറച്ചിട്ടാ വേവ് കുറവുണ്ടായിന്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വേവിച്ചെടുക്കലാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിന് കേട്ടോ. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ്. എന്നിട്ട് വേവിച്ചെടുക്കലാണ്. അതിനിടയ്ക്ക് തയ്യാറ് വന്നിട്ട് ജ്യൂസെല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ജ്യൂസെല്ലാം കുടിച്ചു കേട്ടോ. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം മസാല റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. അതിനായിട്ട് അതേ ചിക്കൻ വേവിച്ച അതേ കുക്കറിൽ തന്നെ പിന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത്, പിന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത്, പിന്നെ ഉള്ളിയും ചേർത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഉള്ളി നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പുറത്തടുപ്പിൽ ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പണിക്കാർ ചിക്കൻ ബിരിയാണി വെക്കില്ല കേട്ടോ. അവർ സാമിയാണ്, അവർക്ക് വേറെ തന്നെ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, സോയാബീൻ,
പിന്നെ ക്യാരറ്റ് അതിലിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ കച്ചമ്പർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയിൽ ഇതാ റെഡിയാക്കി എടുത്തിട്ടോ ദമ്മല പൊട്ടിച്ച് ഞാൻ എല്ലാവർക്കുള്ളത് പണിക്കാർക്കുള്ളത് വിളമ്പി കൊടുക്കലാന്ന് കേട്ടോ. പണിക്കാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് എക്സ്ട്രാ ചോറ് കൊടുത്തതാണ് കേട്ടോ. കച്ചമ്പറും എക്സ്ട്രാ ചോറും വേണം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.